നമസ്കാരം. തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യത്തെ ഏറ്റവും അവസാനത്തെ മഹാരാജാവായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അദ്ദേഹം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അന്തരിക്കുകയും ചെയ്തു. ഇപ്പോഴും തിരുവിതാംകൂറിലെ പല സ്ഥാപനങ്ങളിലും അദ്ദേഹം സ്ഥാപിച്ച പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രം ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള ഒരു ചിത്രം തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഓഫീസിലും ഉണ്ടായിരുന്നു. 1940 തിരുവനന്തപുരം കോർപ്പറേഷൻ രൂപീകരിക്കുന്നത്. അന്ന് തിരുവിതാംകൂറിലെ മഹാരാജാവായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ ചിത്രം അവിടെ ചുവരിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ ആര്യ രാജേന്ദ്രൻ മേയറായിട്ടുള്ള കോർപ്പറേഷൻ്റെ ഭരണസമിതി ആകട്ടെ ഈ ഫോട്ടോ അവരുടെ ഭരണത്തിൻ്റെ ഏതാണ്ട് അവസാന സമയത്ത് എടുത്ത് നീക്കം ചെയ്യുകയായിരുന്നു. ഇതിന് പ്രത്യേകിച്ച് കാരണമൊന്നും തന്നെ അവർ ചൂണ്ടിക്കാണിച്ചിരുന്നതുമില്ല. ഇതിനെതിരെ അന്ന് BJP ശക്തമായ തോതിൽ പ്രതിഷേധിച്ചിരുന്നുവെങ്കിലും ഈ ഫോട്ടോ തിരികെ വയ്ക്കാൻ അന്നത്തെ മേയറോ അവർ കൂടെ നിന്നവരോ തയ്യാറായിരുന്നതുമില്ല. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അധികം, അന്ന് കേരളമില്ല, തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യം മാത്രം ഉണ്ടായിരുന്നെങ്കിൽ പോലും കേരളത്തിൻ്റെ വികസനത്തിനെന്ന് തന്നെ പറയേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്ത ക്രാന്തദർശിയായ ഒരു ഭരണാധികാരിയായിരുന്നു. കേരള സർവകലാശാലയാണെങ്കിലും അതുപോലെ തിരുവനന്തപുരത്ത് വിമാനത്താവളം, FACT, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ മുൻകൈയെടുത്തത് അദ്ദേഹം മഹാരാജാവായിരുന്ന കാലത്താണ്. ഒരുപക്ഷെ തിരുവിതാംകൂറിന് ആധുനിക മുഖം നൽകിയ വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം. അതിന് അദ്ദേഹത്തിന് തുണയായി സർ CP രാമസ്വാമിയർ എന്ന അതിപ്രഗത്ഭനായ ദിവാനും ഉണ്ടായിരുന്നു. CP രാമസ്വാമിയരുടെ പേരിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ തന്നെ ശക്തമായി വിയോജിക്കുമ്പോഴും അദ്ദേഹം കരുത്തനായ ഒരു ഭരണാധികാരിയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാനും കഴിയുകയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ ചിത്രമെടുത്ത് മാറ്റിയതിലെ അപാകത ഏതായാലും ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. BJP നേതൃത്വത്തിലുള്ള BV രാജേഷ് മേയറായിട്ടുള്ള നഗരസഭാ സമിതി ആ ഫോട്ടോ ഇപ്പോൾ തിരികെ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാജിയുടെ ചിത്രമാണ് അവർ തൂക്കിയിരുന്നത്. മഹാത്മാഗാന്ധിജിയുടെ ചിത്രം തൂക്കുന്നത് ഒരിക്കലും ഒരു തെറ്റായ കാര്യമല്ല. അത് പക്ഷേ മറ്റൊരു മഹാനായ മനുഷ്യൻ്റെ ഫോട്ടോ എടുത്ത് ദൂരെ എറിഞ്ഞിട്ടാകരുത് എന്നുള്ള സാമാന്യ ബുദ്ധി പോലും അന്നത്തെ കോർപ്പറേഷൻ ഭരണസമിതിക്ക് ഇല്ലായിരുന്നോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. എന്നാൽ ഇപ്പോഴത്തെ ഭരണസമിതി ചെയ്തതാകട്ടെ മഹാത്മാഗാന്ധിജിയുടെ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ചിത്രം അവിടെ തന്നെ ഉണ്ട്. കൂടാതെ ശ്രീ തിരുനാളിൻ്റെ ഒരു ഫോട്ടോയും കൂടി അടുത്ത് വെച്ചു. ഏതായാലും ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടായ വലിയൊരു മാറ്റം തന്നെയാണ്. എത്രയോ പതിറ്റാണ്ടുകളോളം ഇടതു മുന്നണി ഭരിച്ച് മുടിച്ച് ഒരു പരുവമാക്കിയ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ രാജഭരണകാലത്തൊക്കെ സ്ഥാപിക്കപ്പെട്ട ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ പിന്നീട് ഇല്ലായ്മ ചെയ്യുന്നതിലേക്ക് ചെന്നെത്തിയിരുന്നു. തിരുവനന്തപുരത്തെ റോഡ് വികസനം, അതല്ല തിരുവനന്തപുരം ഒരു തലസ്ഥാനം എന്നുള്ള നിലയിൽ ഒരുപാട് വികസിക്കേണ്ട സാധ്യതകളുണ്ടായിരുന്നതൊക്കെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് പലപ്പോഴും തിരുവനന്തപുരം ദീർഘകാലം ഭരിച്ച കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നുള്ള കാര്യം ഇവിടെ നിഷേധിക്കാനും കഴിയുകയില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആധുനിക തിരുവിതാംകൂറിലെ ശില്പികളൊരാളായ ശ്രീ ചിത്തിര തിരുനാളിൻ്റെ ചിത്രം അവിടെ നിന്ന് നീക്കിയ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമായിരുന്നു. പക്ഷേ അത് തിരികെ സ്ഥാപിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ നടപടിയെ നമ്മൾ ശ്ലാഘിക്കേണ്ടിയിരിക്കുന്നു. കാരണം എപ്പോഴും നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം അവിടെ ഇരുന്നുകൊണ്ട് മാത്രം അദ്ദേഹം മഹാനായി എന്നല്ല പറയുന്നത്. എങ്കിൽ പോലും മഹാന്മാർക്ക് സ്മാരകങ്ങളുടെ ആവശ്യമില്ല എങ്കിൽ പോലും ഒരു ചിത്രത്തെ എടുത്ത് ദൂരെ കളയുക എന്ന് പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട ഈ നാടിൻ്റെ ഭാഗതയെ ഒരു കാലത്ത് നിർണ്ണയിച്ചിരുന്ന ഒരു വ്യക്തിയുടെ ചിത്രം എടുത്ത് ദൂരെ കളയുകയും അതിനെത്ര നിർബന്ധിച്ചാലും ഞങ്ങളെ തയ്യാറല്ല എന്ന് പറയുകയും ചെയ്തതൊക്കെ ഏത് ഇസത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഏതായാലും പഴയ ഭരണസമിതി ചെയ്ത ഒരു വലിയ തെറ്റ് പുതിയ ഭരണസമിതി തിരുത്തി എന്നുള്ളത് ഏറെ സന്തോഷകരമായ അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ്.